ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 102 ഉത്തരാർജിതത്തിലെ അധ്യായം 7 രണ്ടാമത്തെ ഖണ്ഡം. ഇതിലും സോമത്തെ തന്നെ പറ്റിയാണ് പറയുന്നത്. സോമം എന്ന് പറയുന്നത് സോമനീരിൽ നിന്നും എടുക്കുന്ന പ്രത്യേക തരത്തിൽ സംസ്കരിച്ചെടുക്കുന്ന വസ്തുവെ അഗ്നിയിൽ അർപ്പിച്ചിട്ട് മുകളിലേക്ക് അയക്കുമ്പോഴാണ് കൃത്രിമമായിട്ട് മഴ പെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന വസ്തുവെ സംസ്കരിച്ചെടുക്കുമ്പോൾ പാടുന്ന രൂപത്തിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ സോമത്തെപ്പറ്റി പറയുന്നത് തന്നെ റിപ്പറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യം 397 ദേവന്മാർക്ക് പാനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്ന സോമത്തോട് പറയുകയാണ്, ദേവന്മാർക്ക് പാനം ചെയ്യാൻ. ഏതാണ് ദേവന്മാർ? പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവന്മാരാണ്. ഈ സോമം അഗ്നിയിൽ അർപ്പിച്ചാൽ അതങ്ങ് മുകളിൽ പോകുമ്പോൾ ആരാണ് പാനം ചെയ്യുന്നത്? ആദ്യം അഗ്നി പാനം ചെയ്യും. അവിടെ എത്തുമ്പോൾ ഇന്ദ്രന് കൊടുക്കും. ഇന്ദ്രനാണ് മേഘങ്ങളെ ഇതിൻ്റെ സഹായത്താൽ മേഘങ്ങളെ, ആ ശക്തിയാൽ മേഘങ്ങളെ യോജിപ്പിക്കും. അപ്പോൾ ഇന്ദ്രൻ ദേവനാണ്, മേഘങ്ങൾ ദേവനാണ്. മേഘങ്ങൾക്ക് കൂടാനുള്ള ആഗ്രഹമുണ്ട്, ഏതോ ശക്തി തടുക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് സോമം മുകളിലേക്ക് പോകുന്നത്. അങ്ങ് ഞങ്ങളുടെ യജ്ഞത്തിൽ എത്തിച്ചേർന്ന്, നമ്മളിവിടെ ചെയ്യുന്ന യജ്ഞത്തിൽ എത്തിച്ചേർന്ന ദേവന്മാർക്ക് സേവനം ചെയ്താലും, ഇവിടെ എത്തിച്ചേരുന്ന ദേവന്മാർ, ഇവിടെ യജ്ഞം ചെയ്യുന്നതിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ദേവന്മാർ. ഇടിക്കുന്നവർ, പിഴിയുന്നവർ, അഗ്നിയിൽ അർപ്പിക്കുന്നത്, അധ്വരുക്കൾ, അതിലുള്ള അഗ്നി, കല്ലാണല്ലോ ഇടിക്കുക. അപ്പം കല്ലിന് ഈ ദേവന്മാർക്കെല്ലാം സേവനം ചെയ്യുക. അപ്പം ഇവിടെ നമ്മളെ സേവിച്ചിട്ട് പിന്നെ അഗ്നിയിൽ അർപ്പിക്കുമ്പോഴാണത് ആകാശത്തിൽ അവിടെയുള്ള ദേവന്മാരെ സേവിക്കുന്നത്. അക്രമിയായ രാക്ഷസന്മാരെ, ഇതിന് തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കുവാനാണ് അങ്ങ് വന്നെത്തുന്നത്. അവിടെ ഏതാണ് രാക്ഷസര്? അവിടെ രാക്ഷസര് എന്ന് പറയുന്നത് യജ്ഞത്തെ തടസ്സപ്പെടുത്തുന്നത്, ഇന്ദ്രന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നവര്. ആരാണത്? ഇന്ദ്രൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ പോകുന്നു. അപ്പൊ അതിനൊരു തടസ്സം അവിടെയുണ്ട്. അതുകൊണ്ടാണ് മേഘം കൂടിച്ചേർന്നിട്ട് മഴയായി പെയ്യാത്തത്, ഉഷ്ണം കൊണ്ട് നാട്ടുകാർ വലയുന്നത്. ആ ശക്തിയെ, ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങ് വരുന്നത്. അവരെ നീ പരാജയപ്പെടുത്തുന്നു. എന്നിട്ട് അതിനായിക്കൊണ്ട് നീ ദേവന്മാരെ പ്രാപിക്കുക. അവിടെ ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ, ആ തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ ചെല്ലുന്ന ഈ സോമത്തോടാണ് പറയുന്നത്, നീ അങ്ങനെ ദേവന്മാർക്ക് സഹായകരമായി അവിടെ എത്തിച്ചേരുക. എന്നിട്ട് അക്രമികളെ നശിപ്പിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് മംഗളം നൽകുക. നമ്മൾക്ക് എങ്ങനെയാണ് മംഗളം നൽകുക? അപ്പോൾ അവിടെ ഇന്ദ്രൻ മേഘങ്ങളെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യിപ്പിക്കും, നമുക്ക് മഴ കിട്ടും. ഇനി 398 സോമത്തോട് പറയാണ്, നമുക്ക് തേജസ് നൽകി നീ അനുഗ്രഹിക്കുക. അങ്ങനെ നമുക്ക് മഴയെല്ലാം പെയ്യുമ്പോൾ നല്ല സുഭിക്ഷമായിട്ട് കൃഷി ചെയ്യാം, ധാന്യങ്ങൾ ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. അങ്ങനെ നീ ഞങ്ങൾക്ക് തേജസ് നൽകി അനുഗ്രഹിക്കുക, സ്വർഗീയ സുഖം നമുക്ക് നൽകുക. അങ്ങനെ നല്ല നല്ലോണം കൃഷിയെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും സ്വർഗീയ സുഖമായിരിക്കും. സ്വർഗീയ സുഖം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചാലും, എന്നിട്ട് ഞങ്ങൾക്ക് മംഗളം ചൊരിഞ്ഞാലും, നല്ല ഭാവി ജീവിതം നമുക്ക് ചൊരിഞ്ഞാലും. ഇനി 399 ബലത്തിൻ്റെയും യാഗത്തിൻ്റെയും ഫലം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി സോമത്തോട് പറയുകയാണ്. ഈ ബലത്തിൻ്റെയും യാഗത്തിൻ്റെയും, നമ്മൾ ബലമെല്ലാം പ്രയോഗിച്ചിട്ടാണ് നിന്നെ ഇടിച്ച് പിഴിഞ്ഞ് ഇത്രയും പാടുപെട്ടിട്ട് അഗ്നിയിൽ അർപ്പിച്ചിട്ട് മുകളിലേക്ക് വിടുന്നത്. അതിനുള്ള ഫലം നീ ഞങ്ങൾക്ക് നൽകുക. നമ്മൾ എന്താഗ്രഹിച്ചിട്ടാണ്? നീ പോയിട്ട് വേണം മഴ പെയ്യിപ്പിക്കണം. യാഗം നടത്തിയിട്ട് മഴ പെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ ഫലം നീ ഞങ്ങൾക്ക് നൽകുക. നേരെ പാഞ്ഞെടുക്കുന്ന ശത്രുക്കളെയെല്ലാം നീ നശിപ്പിക്കുക. അവിടെ പാഞ്ഞെടുക്കുന്ന ശത്രു ഏതാണ്?
മേഘങ്ങളെ കൂടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതാണോ ശക്തി, അതാണ് ശത്രു. ആ ശത്രുക്കളെയെല്ലാം നീ നശിപ്പിക്കുക. അപ്പം പിന്നെ മേഘങ്ങളെ ഇന്ദ്രൻ പെട്ടെന്ന് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഞങ്ങൾക്ക് മംഗളം നൽകുക. 400 പറയുകയാണ്, സോമത്തെ സംസ്കരിച്ചെടുക്കുന്ന ഋത്തിക്കുകളോട് പറയുകയാണ്. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ യജ്ഞത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ശാസ്ത്രജ്ഞന്മാർ. ഇതൊരു സയൻസ് പ്രക്രിയയാണ്, അല്ലാതെ വേറെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. സാധാരണ ഒരു സയൻസ് തത്വം ഉപയോഗിച്ചുകൊണ്ട്, വേദം പറഞ്ഞു തരുന്ന സയൻസ് തത്വം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നീരുകൾ ഉപയോഗിച്ചിട്ട് കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കുകയാണ്. അപ്പം അതിന് നേതൃത്വം അറിവുള്ള ആ ശാസ്ത്രജ്ഞന്മാരോട് പറയുകയാണ്, എല്ലാറ്റിൻ്റെയും നാഥനായി ഇന്ദ്രന് കുടിക്കാൻ വേണ്ടി നിങ്ങളെന്ത് വേണം? സോമത്തെ ശുദ്ധീകരിക്കണം. ഇത് നിങ്ങളെന്ത് വേണം? ഇന്ദ്രനാണ് അവിടെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തി, അവിടുത്തെ മേസ്ത്രിയാണ് ഇന്ദ്രൻ. അദ്ദേഹത്തിന് കുടിക്കുന്നതിന് വേണ്ടി നല്ല പവിത്രമായ രീതിയിൽ നിങ്ങളിത് ശുദ്ധീകരിച്ച് എടുക്കുക. അതിലൂടെ ഞങ്ങൾക്ക് മംഗളം കിട്ടട്ടെ, അതായത് സാധാരണ ജനങ്ങൾക്ക് മംഗളം കിട്ടട്ടെ. ഇനി 401 സോമത്തോട് പറയുകയാണ്, ഞങ്ങളെ സൂര്യനെ ഉപാസിക്കുന്നതിനുള്ള കർമ്മങ്ങളിൽ മുഴുമിപ്പിച്ചാലും. സൂര്യനെ ഉപാസിക്കുക. സൂര്യനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുക. എന്തെല്ലാം കർമ്മത്തിനാണ് പ്രേരിപ്പിക്കുക? കൃഷി ചെയ്യുക. മഴ പെയ്താലല്ലേ കൃഷി ചെയ്യാൻ പറ്റൂ. അപ്പം സൂര്യോപാസനയിൽ മുഴുകിപ്പിച്ചാലും നമ്മളെ, അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മളെല്ലാം ആക്റ്റീവാകും. സൂര്യൻ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. പോയി കൃഷി ചെയ്യുമെന്ന് പറയും. മഴ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സുഖമായിട്ട് കൃഷിയെല്ലാം ചെയ്യാം. അപ്പം അങ്ങനെ ഞങ്ങളെ കർമ്മത്തിൽ സൂര്യോപാസനയിൽ മുഴുമിപ്പിച്ചാലും അങ്ങനെ നമുക്ക് ആഹ്ലാദമുണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ, യജ്ഞങ്ങൾ ചെയ്ത് കൃഷിയെല്ലാം ചെയ്യുമ്പോൾ നമ്മളിൽ ആഹ്ലാദം ഉണ്ടാകട്ടെ. ഇനി 402 സോമത്തോട് പറയാണ്, അങ്ങ് നൽകിയ അറിവിലൂടെ, ഈ അറിവ് സോമമാണ് നൽകുന്നത്. സോമത്തെപ്പറ്റി പഠിച്ചിട്ടാണ്, അതിൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സോമത്തിൻ്റെ നീരെല്ലാം എടുത്തിട്ട്, സോമലതയുടെ നീരെല്ലാം എടുത്തിട്ട് ഈ മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ നാനെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണ്? സോമത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്, ആ വസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്, ആ ചെടിയുടെ നീരിൻ്റെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ ജ്ഞാനമെല്ലാം അതിൽ നിന്ന് കിട്ടിയാണ്. അവിടുന്ന് നൽകിയ അറിവിലൂടെ ഞങ്ങളുടെ രക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ലോകാവസാനം, നമ്മുടെ ജീവിതാവസാനം വരെ സൂര്യനെ ദർശിക്കുവാൻ കഴിയട്ടെ. നിന്റെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മഴ പെയ്യാത്ത സമയത്തെല്ലാം മഴ പെയ്യിപ്പിച്ചിട്ട് ഇവിടെ കൃഷി നടത്തിയിട്ട്, എല്ലാം ഒരു സമയത്ത് മഴ പെയ്ത്, കൃഷി ചെയ്യേണ്ട സമയത്ത് മഴ പെയ്തില്ല എന്ന് വെച്ചാൽ എല്ലാം കരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ പട്ടിണി കിടക്കും, ദാരിദ്ര്യമായിരിക്കും, മനുഷ്യൻ നശിക്കാൻ തുടങ്ങും, നമുക്ക് ആയുസ്, നമ്മുടെ ജീവിത അവസാനം വരെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇപ്പം ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിച്ച് സൂര്യനെ ദർശിക്കുവാനുള്ള കഴിവുണ്ടാകണമെങ്കിൽ നീ എന്ത് വേണം? നിന്നിലൂടെയുള്ള ജ്ഞാനം നേടിക്കൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ നീ നമ്മളെ രക്ഷിക്കുക, മഴ പെയ്യിപ്പിച്ചിട്ട്, എന്നിട്ട് ഞങ്ങൾക്ക് മംഗളം എത്തിച്ചാലും. ഇനി 403 ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടക്കുള്ള ധനങ്ങളെല്ലാം നേടാൻ വേണ്ടിയിട്ടുള്ള സ്തുതി അർപ്പിച്ച ഞങ്ങൾക്ക്, നമുക്ക് വേണ്ട ധനമെല്ലാം എവിടെയാണ് ഉള്ളത്? ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടക്കാണ്. ആകാശത്തിൽ ധനമില്ലേ? മഴ ആകാശത്തിൻ്റേതല്ലേ? ഇന്ന് നമ്മൾ ആകാശത്ത് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ സാറ്റലൈറ്റിൻ്റെ എല്ലാം ആകാശത്തിലാണ് കിടക്കുന്നത്, ബഹിരാകാശത്തിൽ. പിന്നെ ആകാശത്തിലാണ് ഇന്നുള്ള ധനം മുഴുവൻ, അവിടെയാണ്. നെറ്റെല്ലാം അവിടെയാണ്. ഇതിലാണെങ്കിൽ മഴ എന്നും പറയാം, മഴ ആകാശത്തു നിന്നാണ്. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടക്കുള്ള ധനമെല്ലാം നേടുവാൻ വേണ്ടി സ്തുതി അർപ്പിക്കുന്ന ഞങ്ങൾക്ക്, സ്തുതിക്കുന്ന എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടക്കുള്ള ധനമെല്ലാം നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേടാൻ ശ്രമിക്കുമ്പോൾ അവയെല്ലാം സോമത്തോട് പറയുകയാണ്, ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നാലും അങ്ങനെ നമുക്ക് മംഗളം ഉണ്ടാകട്ടെ. അപ്പം അതിനോട് പറയുകയാണ്, നീ പോയിട്ട് മഴ പെയ്യിപ്പിക്കുക, നമുക്കതിലൂടെ മംഗളം ഉണ്ടാകട്ടെ. ഇനി 404
പോരാട്ടത്തിൽ നമ്മളെ സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സോമത്തോട് പറയുകയാണ്. പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ പോരാട്ടം എന്താണ്? ജീവിതമാകുന്ന പോരാട്ടം. അതിനെന്ത് വേണം? മഴ പെയ്യണം. എങ്കിലേ കൃഷി ചെയ്തിട്ട് ധനെല്ലാം നേടാൻ പറ്റും, അന്നം നേടാൻ പറ്റുള്ളൂ. മഴ പെയ്യുന്നില്ല. അപ്പോൾ അവർ തടസ്സമായിട്ട് ആരോ ഒരു ശത്രു അവിടെ നിൽക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്? ഇന്ദ്രനെ സഹായിക്കാൻ സോമം അഗ്നിയിൽ അർപ്പിച്ചിട്ട് അങ്ങെത്തിക്കുന്നത്. നമ്മളാണ് സഹായിച്ചു കൊടുക്കുന്നത് ഇന്ദ്രനെ. ആ പോരാട്ടത്തിൽ ഇന്ദ്രൻ വിജയിക്കാൻ വേണ്ടി. അപ്പോഴേ ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മേഘങ്ങളെ കൂട്ടിയിട്ട് മഴ പെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ ശത്രുക്കളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന സോമത്തോട് പറയുകയാണ്, അങ്ങ് കലശത്തിൽ വീണാലും. ഇത് പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് മംഗളം ഉണ്ടാക്കട്ടെ. ഇനി 405 പല ഫലങ്ങളും നൽകുന്ന യാഗങ്ങളിൽ, ഈ യാഗം കൊണ്ട് എന്തെല്ലാം കിട്ടുന്നുണ്ട്? പല ഫലങ്ങളും കിട്ടുന്നുണ്ട്. എന്തെല്ലാം ഫലം? ആ സോമലത പറിക്കുന്ന ആൾക്ക് ജോലിയുണ്ട്, പണം കിട്ടും. ഇടിച്ചു പിഴിയുന്നവർക്ക് ജോലി കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട്. ഹോമം നടത്തുന്നവർക്കുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രന് ഫലം കിട്ടുന്നുണ്ട്, മഴ പെട്ടെന്ന് പെയ്യിപ്പിക്കാൻ പറ്റുന്നു. ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനം കിട്ടുന്നു. അങ്ങനെ എന്തെല്ലാം ഫലങ്ങളാണ് ഈ യാഗത്തിലൂടെ കിട്ടുന്നത്? യജ്ഞസാധകങ്ങളായ സ്തോത്രങ്ങളാൽ യജ്ഞകർത്താവ് അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഫലം നൽകുന്ന സോമത്തിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? യജ്ഞകർത്താവ്, യജ്ഞം നടത്തുന്ന ആള് സ്തോത്രങ്ങളാൽ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. സ്തോത്രങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സോമത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണ് അത് നമ്മൾക്ക് മംഗളം ചൊരിയുന്നത്. ഇനി 406 സോമത്തോട് പറയുകയാണ്, നീ പലതരത്തിലുള്ള അശ്വങ്ങളോടുകൂടിയ ധനം നൽകിയാലും, നമുക്കായി നൽകിയാൽ, പല നിലയിലുള്ള അശ്വം എന്ന് പറഞ്ഞാൽ ശക്തി, കുതിരശക്തി. അന്നത്തിലൂടെയാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. പല തരത്തിലുള്ള ശക്തി ലഭിക്കുന്നുണ്ട്. കരിമ്പിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ശക്തി കിട്ടും. കരിമ്പിൻ്റെ ജ്യൂസിൽ നിന്നും പിന്നെ ആൽക്കഹോളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പം പെട്രോൾ ചേർക്കിയല്ലേ അത് ശക്തി. പലതരത്തിലാണ് ഇതിൻ്റെ അകത്തുനിന്ന് ശക്തി കിട്ടുന്നത്. ആ ധനം ഞങ്ങളിൽ എത്തിച്ചാലും, അങ്ങനെ പലതരത്തിലുള്ള ധനം കിട്ടും. അതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചാലും, എന്നിട്ട് നമ്മൾക്ക് മംഗളം ചൊരിയുക, നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ. ഇനി 407 ദേവന്മാർക്ക് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന സോമത്തോട് പറയുകയാണ്. ദേവന്മാരിൽ നിന്നാണ് ഇന്ദ്രന് സന്തോഷം കിട്ടും. ഇന്ദ്രൻ മഴ പെയ്യിക്കാൻ പാടുപെടുമ്പോൾ ഇത് കിട്ടുമ്പോൾ എളുപ്പമായി, പെട്ടെന്ന് പെയ്യിപ്പിക്കാം. മേഘത്തിന് കൂടിച്ചേരാനുള്ള ആഗ്രഹമുണ്ട്. അതെല്ലാം ദേവതകളാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങ് സ്തോതാക്കളുടെ പാപങ്ങളെ, ഈ യജ്ഞം ചെയ്യുന്നവരുടെ മന്ത്രം ഉരുവിട്ടുകൊണ്ട്, അല്ലെ സയൻസ് തത്വം ഉപയോഗിച്ചുകൊണ്ട് യജ്ഞം നടത്തുന്നവരുടെ പാപം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് ദൂരീകരിക്കുക. എന്താ കഷ്ടപ്പാട്? മഴയും പെയ്യുന്നില്ല, എന്തൊരു വെയില്, വെള്ളവും ഇല്ല, അതില്ല എന്നെല്ലാം പറയുന്നവരുടെ കഷ്ടപ്പാട് ദൂരീകരിച്ചാലും, ദേവന്മാരുടെ അന്നരൂപത്തിലുള്ള സോമധാര പാത്രത്തിൽ നിന്നും താഴേക്ക് ഇറ്റിറ്റു വീഴുന്നു. ആ പാത്രത്തിലേക്ക് ഈ സോമരസം ഉറ്റിറ്റ് വീഴുമ്പോൾ ആ സോമരസം എന്ത് തന്നെയാണ്? ദേവതയാണ്. ആ സോമലതയും എന്താണ്? ദേവതയാണ്. അത് പിഴിയുന്ന ആൾക്കാരും എന്താണ്? ദേവതകളാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. അവരുടെയെല്ലാം കൈകളിലൂടെയാണ്, ആ ദേവതകളിലൂടെയാണ് ഈ സോമം പാത്രത്തിൽ ഉറ്റിറ്റ് വീഴുന്നത്. ആ സോമം സ്തോതാക്കളുടെ, ഈ യജ്ഞം നടത്തുന്നവരുടെ പാപങ്ങളെ അകറ്റാൻ വേണ്ടിയാണ് പാത്രത്തിൽ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത്. അപ്പം ഇറ്റിറ്റ് വീഴുമ്പോൾ പാടുന്നവർ പ്രവൃത്തിയാണ്. നമ്മളെ പാപമെല്ലാം മാറ്റാൻ വേണ്ടിയാണ് നീ ഇറ്റിറ്റ് പാത്രത്തിലേക്ക് വീഴുന്നത്. 408
ധനം നൽകിക്കൊണ്ടിരിക്കുന്ന. എങ്ങനെയാ ധനം കൊണ്ട് നൽകുക? പലതരത്തിൽ നമുക്കറിയാലോ. സോമലതക്ക് ധനമുണ്ട്, പിഴിയുന്നവർക്ക് ധനം കിട്ടുന്നുണ്ട്, പൂജിക്കുന്നവർക്കുണ്ട്, അല്ല അഗ്നിയിൽ അർപ്പിക്കുന്നവർക്കുണ്ട്. മഴ പെയ്താൽ ധനം വർദ്ധിക്കും. തിളങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധീകരിച്ച അങ്ങ് യജ്ഞകർത്താവിനെ സംരക്ഷിക്കുന്നു. യജ്ഞം ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ്. എങ്ങനെ സംരക്ഷിക്കുന്നത്? മഴയെല്ലാം പെയ്തിട്ട് സുഭിക്ഷതയുണ്ടാക്കി കൃഷിക്ക് സഹായകരമായ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് നീ ദേവന്മാർക്ക് സന്തോഷം നൽകും. ഇന്ദ്രനെല്ലാം ആനന്ദവും നൽകുന്നു. അങ്ങ് തന്നെയാണ് നമ്മുടെ എല്ലാം പാപങ്ങളെ അകറ്റുന്നത്. അതിനുവേണ്ടിയാണ് അങ്ങ് ധാരധാരയായി പാത്രത്തിലേക്ക് ഇറ്റിറ്റ് വീഴുന്നത്. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി 409. ദ്വസ്രൻ, പുരുഷന്തി എന്നിവരുടെ ആയിരക്കണക്കിന് വരുന്ന ധനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇവിടെ ഇതെല്ലാം വേറെ ചില കഥയിലെ കഥാപാത്രങ്ങളാണ്. അത് ആകാശത്തിലുള്ള മേഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ആ വിഷയം വരുന്നത് പറയാം. അപ്പം അവരുടെയെല്ലാം ധനത്തെയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ധനം എവിടെയാണ് ഇരിക്കുന്നത്? കൃഷിയിലൂടെയാണ്. ഈ കൃഷിക്ക് നടക്കണ്ടെങ്കിൽ എന്ത് വേണം? മഴ വേണം, വെള്ളം വേണം. അപ്പം ഈ വെള്ളം എവിടെ ഇരിക്കുകയാണ്? ആകാശത്തിലിരിക്കുകയാണ്, മേഘത്തിലിരിക്കുകയാണ്. മേഘം എന്തുകൊണ്ടാണ് മഴ പെയ്യിപ്പിക്കാത്തത്? അവിടെ ഏതോ ശത്രുക്കൾ ഈ ധനം കൈയടക്കി വെച്ചിരിക്കുകയാണ്, മഴ പെയ്യ്ക്കുന്ന തടുത്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ കൈമേലാണ് അപ്പം ധനം ഇരിക്കുന്നത്. അവരാണ് ഈ 2 പേരെ പറഞ്ഞത്, 2 ശത്രുക്കൾ. അവരുടെ കൈമേലിരിക്കുന്ന ധനത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ധനത്തിലൂടെയാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ ആ ശത്രുക്കളിൽ നിന്ന് ആ മേഘത്തെ വേർപെടുത്തി മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനമുണ്ടാകും. അങ്ങനെ നമുക്ക് നല്ലത് വരും. അങ്ങ് ദേവന്മാർക്ക് സന്തോഷം നൽകും. അത് നേരത്തെ അത് മുകളിൽ ചെയ്യുമ്പോൾ ഇന്ദ്രനെല്ലാം സന്തോഷം നൽകുന്നു. യാഗം നടത്തുന്ന കർത്താവിനെ രക്ഷിക്കുന്നു. ഇന്ദ്രൻ സന്തോഷിക്കുമ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിക്കും. നമ്മൾ യാഗം നടത്തുന്നവർ സന്തോഷിക്കും. അവർക്ക് ഉയർച്ച ഉണ്ടാകും. ഇനി 410. ഈ ദ്വസ്രൻ, പുരുഷന്തി എന്നിവരുടെ ആയിരക്കണക്കിനുള്ള വസ്ത്രങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അതായത് അതിലൂടെയാണ് ധനം നമുക്ക് കിട്ടുന്നത്. ധനം നേടുമ്പോൾ പിന്നെ വസ്ത്രമല്ല, എന്ത് കെട്ടിടോ എന്ത് വേണ്ടിക്കും നമുക്ക് നേടാം. അതുകൊണ്ട് സോമത്തോട് പറയുന്നു, അതൊക്കെയും ഞങ്ങൾക്ക് നന്മ വരുത്തട്ടെ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഈ നമ്മുടെ ധനം ഇരിക്കുന്നത് നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കും. ഇപ്പം തുടിയിൽ നിന്ന്, ഈ ചെടികളിൽ നിന്നാണല്ലോ വസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്, അന്നം കിട്ടുന്നത്. ഇതെല്ലാം കിട്ടണ്ടെങ്കിൽ വസ്ത്രം, അന്നം എല്ലാം കിട്ടണ്ടെങ്കിൽ കൃഷി ഉണ്ടാകണം. കൃഷി ഉണ്ടാകണ്ടെങ്കിൽ മഴ പെയ്യണം. മഴക്ക് തടസ്സമായി നിൽക്കുന്ന 2 ശത്രുക്കളുടെ പേരാണ് ആകാശത്തിൽ തടസ്സമായി നിൽക്കുന്ന. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനാണ് വൃത്രൻ എന്നെല്ലാം ചിലപ്പം പറയും. ഇവിടെ ദ്വസ്രൻ, പുരുഷന്തി എന്നീ 2 വേറെ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് പറയുകയാണ്. അവരാണ് അവിടെ തടസ്സമായി നിൽക്കുന്ന 2 ശക്തികൾ. ആ ശക്തികളിൽ നിന്ന് നിങ്ങൾ നമ്മളെ രക്ഷിച്ചിട്ട്, ദേവന്മാരെ സഹായിച്ചിട്ട് നമുക്ക് വസ്ത്രങ്ങളും എല്ലാം നേടിത്തരും. പുത്രന്മാർ നേരത്തെ പറഞ്ഞില്ലേ, പുത്രന്മാരെ നേടിത്തരും. പുത്രന്മാർ എങ്ങനെയാണ്? മഴയാണോ നേടിത്തരുന്നത്? കൃഷി വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് കൂടുമ്പോൾ പുത്രന്മാരോടും എല്ലാം സമൂഹം വികസിക്കും, പുത്രന്മാർ കൂടും. അപ്പം വസ്ത്രങ്ങളും കൂടും, പല വസ്ത്രങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നതായിട്ട് കണ്ടാൽ മതി. ദേവന്മാർക്ക് സന്തോഷം കൊണ്ട്, അത് നേരത്തെ പറയുന്നതാണ്. സ്തുതിക്കുന്നവരുടെ പാപങ്ങളിൽ നിന്നും അവ മുക്തമാക്കുക. സ്തുതിക്കുന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. ഇതും സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സോമയാഗമെല്ലാം ഉള്ളത്. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ യാന്ത്രികമായി ഉരുവിട്ടിട്ട് മഴ പെയ്യിപ്പിക്കാൻ നോക്കുന്നു, അർത്ഥം മനസ്സിലാക്കാതെ. ഇനി 411. ദേവന്മാർക്ക് സന്തോഷം നൽകുന്ന സോമം. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഞങ്ങളുടെ ഭാരങ്ങളെ മുഴുവൻ
വഹിച്ചുകൊണ്ട് ധാരധാരയായി പാത്രത്തിൽ വീഴുക. പിഴിയുമ്പോൾ പറയാണ് നമ്മളെ ഭാരങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട്. നമ്മുടെ ചുമട് നമ്മൾ പറയുന്ന നമ്മളെ തലയിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചിരിക്കുകയാണെന്ന്. ആ കഷ്ടപ്പാട് അതെല്ലാം തീരണ്ടിക്കൽ നല്ല കൃഷി ഉണ്ടാകണം, അതിന് മഴ പെയ്യണം. അപ്പം ആ ഭാരമെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാനായിക്കൊണ്ട് നീ പാത്രത്തിലേക്ക്, നമ്മൾ ഈ പിഴിയുന്നത് അതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ കഷ്ടപ്പാട് ഭാരമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ പാത്രത്തിലേക്ക് പവിത്രമായിട്ട് വീഴുക. ഇനി 412. ദേവതകൾക്ക് ഇഷ്ടപ്പെട്ട പശുവിൻ പാല്, നെയ്യ് തുടങ്ങിയവയാലാണ് പവിത്രീകരിക്കുന്നത്. അപ്പം ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറും സോമലത പിഴിഞ്ഞിട്ടെടുക്കുന്നതല്ല. അതിൽ പശുവും പാലും നെയ്യും എല്ലാം ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇന്ദ്രന് നല്ല തൃപ്തിയാവും, ശക്തി കിട്ടും. അതിനുവേണ്ടി നീ പാത്രത്തിൽ വീഴുക. പശുവും പാലും നെയ്യും എല്ലാം ചേർന്നുകൊണ്ട് നീ പാത്രത്തിൽ വീഴുക. അപ്പം ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് പാത്രത്തിലേക്ക് ഒഴുക്കുന്നത്. നീ അന്നത്തിൻ്റെ നാഥനാണ്, അന്നം നീയാണ് നേടിത്തരുന്നത്. നീ പോയി മഴ പെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ അന്നം ഉണ്ടാവും. അതിനുവേണ്ടി നീ ഈ പാത്രത്തിലേക്ക് വീണാൽ. ഇനി 413. ജമദഗ്നി മഹർഷി സ്തുതിക്കപ്പെട്ട അവിടുന്ന്, പണ്ട് ജമദഗ്നി മഹർഷി വേദങ്ങൾ എഴുതിയ മഹർഷികളിൽ ഒരാളാണ് ജമദഗ്നി. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അക്കാലത്ത് ഇതേമാതിരി കൃത്രിമ മഴ പെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്നും മഴ അത്യാവശ്യമല്ല, അന്ന് കൃഷിയെല്ലാം മഴയെ ആശ്രയിച്ച് തന്നെയാണ്. അതുകൊണ്ട് ജമദഗ്നി മഹർഷി സ്തുതിക്കപ്പെട്ട നീ ഞങ്ങൾക്കായി ഗോക്കളോട് കൂടിയ ധനം നൽകുക, അന്നവും വർഷിച്ചാലും. അതിനായി ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിന്നെ സംസ്കരിച്ചെടുക്കുന്നു. നീ നമുക്ക് ധനവും അന്നവുമെല്ലാം നൽകുക. ഏതുപോലെയാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്? പണ്ട് ജമദഗ്നി മഹർഷി ചെയ്തതുപോലെ ഞങ്ങളും ഇന്ന് ചെയ്യുകയാണ്, ധനമെല്ലാം നേടാൻ വേണ്ടി.